മദ്രസ പൊട്ടന്മാരങ്ങനെ വെറും പൊട്ടന്മാരല്ല, വൻ തട്ടിപ്പിന്റെ വീരന്മാരാണെന്ന് കൂടിയാണ് പറയപ്പെടുന്നത്. യുപിയിൽ നിന്ന് അങ്ങനെ ഒരു വാർത്തയുണ്ടല്ലേ? അതെ. അതായത് നമ്മള് ബയോമെട്രിക് സംവിധാനമൊക്കെ നമ്മുടെ ഈ ഹാജരാകാത്തവർക്ക് വേണ്ടിയിട്ട് വെക്കുമല്ലോ. അവരുടെ തട്ടിപ്പൊക്കെ തടയാൻ വേണ്ടിയിട്ട്. ഇവര് അതിനെയും വെട്ടുന്ന തട്ടിപ്പാണ് നടത്തുന്നത്. അതായത് അവരുടെ വ്യാജ കാർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ അതായത് ഇവരുടെ ഹാജർ നില ഇവർ രേഖപ്പെടുത്തും. എന്നിട്ട് സർക്കാരിന്റെ സകലവിധ ആനുകൂല്യങ്ങളും വാങ്ങിയെടുക്കുമെന്നുള്ളതാണ്. ഇതിൽ ഇത്തരത്തിൽ ലഭിച്ച ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് ഷംഷൂദ് ഹൂല ഖാൻ എന്ന് പറയുന്ന ഒരാൾ. അയാള് 10 വർഷം ബ്രിട്ടനിലായിരുന്നു. 10 വർഷം ബ്രിട്ടനില്. പക്ഷേ മദ്രസയിൽ നിന്ന് ഇയാൾക്ക് ശമ്പളം ഉണ്ടായിരുന്നു, അലവൻസുകളൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ അതിൽ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീമിൽ നിന്നുള്ള പേ ഔട്ടും തുടർന്ന് പെൻഷനും കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് വലിയ തട്ടിപ്പാണ് നടത്തുന്നത്. അങ്ങ് ബ്രിട്ടനിൽ നിന്നിരുന്നിട്ടുള്ള ആൾക്ക് എങ്ങനെയാണ് ഇവിടെ ഹാജർ നില കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവര് ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു വലിയ തട്ടിപ്പ്. അതായത് സർക്കാരിനെ കുറ്റം പറയും. യോഗി സർക്കാരാണല്ലോ. സർക്കാരിനെ കുറ്റം പറയും. പക്ഷേ സർക്കാർ ഈ മദ്രസകൾക്ക് അനുവദിച്ചിരിക്കുന്ന സകലവിധ ആനുകൂല്യങ്ങൾ ഈ മണ്ടന്മാർക്ക് വേണം എന്നുള്ളത് തന്നെയല്ലേ മനസ്സിലാവുന്നത്. ഇത് അതെ. നിസ്സാര തട്ടിപ്പായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. ഇതിപ്പോ ഒരു സ്ഥാപനത്തിലേതാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിൽ എത്ര മദ്രസകളുണ്ടാവും, എത്ര സ്ഥാപനങ്ങളിൽ ഇവരിത് നടത്തുന്നുണ്ടാവും പ്രിയ? അതായത് ഇത് ഇന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്നാണ്. എന്തായാലും യുകെയിൽ പോയി വലിയ ഉയർന്ന ശമ്പളത്തിനായിരിക്കുമല്ലോ യുകെയിൽ ജോലി ചെയ്യുന്ന ഒരാൾ. ഉറപ്പായിട്ടും. നക്കാപ്പിച്ച ശമ്പളത്തിന് യുകെയിൽ പോയിട്ടൊന്നും ആരും ജോലി ചെയ്യില്ല. അപ്പോൾ ഇവിടെ കിട്ടുന്ന മദ്രസ അധ്യാപകർക്കുള്ള ചെറിയ തുക. അപ്പോൾ പ്രജിത പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എത്ര സ്ഥലത്ത് ഇത് നടക്കുന്നുണ്ടായിരിക്കും. അതെ. ചെറിയ ചെറിയ തുകകൾ കൂടി എത്ര സ്ഥലത്ത്. അതായത് ഒരു മദ്രസയിൽ 5 അധ്യാപകന്മാരാണ് ഉം. ഉള്ളതെന്നിരിക്കട്ടെ ശരിക്കും. ഇവർ 8 എന്ന് കണക്ക് കൊടുക്കുന്നു ഒരു മദ്രസയിൽ. ഒന്ന് ആലോചിച്ച് നോക്കും. ഉം. അപ്പോൾ 3 പേര് ഒരിടത്ത് അധികം. അങ്ങനെ 100 സ്ഥലത്താവുമ്പോൾ എത്ര പേരായി? 300 പേരായി. അങ്ങനെ 1000 സ്ഥലത്താവുമ്പോഴോ 3000 പേരായി. അപ്പോൾ ഇത്രയും പേർക്കുള്ള തുക ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ടോ ഇല്ലെന്ന് കാണട്ടെ. പോട്ടെ, 100 പേർക്കുള്ള തുക ഉം. അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലും ഉം. നിസ്സാര തുകയല്ല അത്. അങ്ങനെ എത്ര വർഷം? 10 വർഷം അല്ലേ? അതെ. 10 വർഷത്തിലേറെ എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയ തുകയായി. ഈ പണം അതായത് അക്കൗണ്ടബിൾ ആയിട്ട് കിട്ടുന്ന മണിയാണ്. അതായത് സർക്കാർ അക്കൗണ്ടിലേക്ക് വരുന്നു. ഇയാൾ നേരെ എടുത്തിട്ട് മദ്രസയുടെ ഇല്ലെങ്കിൽ ഇവരുടെ യത്തീംഖാനയുടെ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളിയുടെ തന്നെ ഭണ്ഡാരത്തിലങ്ങ് ഇട്ടാൽ പോരെ? വരവായില്ലേ അവിടെ? അപ്പോൾ ഈ ശരിയാണ്. പറയുന്ന പണം എന്ത് ചെയ്തു ഇവര്? ക്ഷേമ പ്രവർത്തനത്തിന് ആൾക്കാർക്ക് അന്നദാനം കൊടുക്കാൻ ഉപയോഗിച്ചു. ഇത് ഇല്ല. പലതും തീവ്രവാദത്തിനായിരിക്കും പോയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മദ്രസയുടെ പേരിലുള്ള വൻ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ തട്ടിപ്പ് എൻഐഎ അന്വേഷിക്കണം. ഇല്ലെങ്കിൽ അത്രപോലുള്ള ഭീകരവിരുദ്ധമായിട്ടുള്ള ഒരു സ്ക്വാഡ് അന്വേഷിക്കേണ്ടതാണ്. അല്ലാതെ ഈ നിസ്സാരമായിട്ടുള്ള ഒരു കേസായിട്ട് ഇതിനെ കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളത്. ശമ്പളം തട്ടിച്ചെടുക്കുന്ന, ഇല്ലെങ്കിൽ കേരളത്തിലുണ്ടായല്ലോ സാമൂഹ്യ ക്ഷേമ പെൻഷൻ അനധികൃതമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന കുറേ ആൾക്കാരെ സർക്കാർ കണ്ടെത്തി അവരിൽ നിന്ന് ആ തുക ഈടാക്കാനും അനധികൃതമായി കൈപ്പറ്റിയിരുന്നവരെ റദ്ദാക്കാനും ഒക്കെ ആയിട്ടുള്ള നടപടികൾ ഉം. ചെയ്തു. പക്ഷേ അതുപോലെയല്ല ഇത്. ഈ കിട്ടുന്ന പണം തീവ്രവാദത്തിനോട് ഒരു സംശയവും വേണ്ട. ഇത്തരത്തിൽ ബിസിനസ് ചെയ്യുന്നവരും പലരും ഒക്കെ ഉണ്ട്. നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ജിഹാദികൾ പലരും ബിസിനസ് ചെയ്തിട്ട് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ഈ കൊടുക്കുന്നത് തീവ്രവാദത്തിന് വേണ്ടിയിട്ടാണ്. ആ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പൈസ വരുന്നത് അതുപോലെയാണ്. വിദേശ രാജ്യങ്ങൾ, അതായത് അറബ് രാജ്യങ്ങൾ പലതും തീവ്രവാദത്തിന് അവരുടെ വരുമാനത്തിൽ നിന്ന് ഇത്ര ഇത്ര ശതമാനം ഞങ്ങൾ ഭീകരവാദത്തിന് കൊടുത്തോളാം എന്ന് നേർന്നിരിക്കും. ഇല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കും. അവരുടെ ആ ഒരു നിലപാട് അതാണ്. നിലപാടതാണ്. ഇത്ര കോടി രൂപ ഞങ്ങൾക്കുള്ള വരുമാനത്തിൽ നിന്ന് ഇത്ര ശതമാനം പണം എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മില്യൺസ് ഓഫ് ബില്യൺസ് ഓഫ് പൈസ ആയിരിക്കും വരുന്നത്. ഡോളേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ പൈസയൊക്കെ എടുത്തിട്ടായിരിക്കും തീവ്രവാദത്തിന് വേണ്ടി ഇവിടെ ചിലവാക്കുന്നത്. അതിനൊക്കെയാണ് FCRA ആക്ട് പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് തടയിടുന്നത്. ഉം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ, പുറത്തു നിന്ന് പൈസ വരാതായപ്പോൾ അകത്ത് നിന്ന് ഇതുപോലെ പൈസ സംഘടിപ്പിക്കാം. ഇതിപ്പോ എവിടെ യുപിയിലെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ മദ്രസകളുടെ കാര്യം പ്രിയൻ പറഞ്ഞ ഒരു ലാർജ് സ്കെയിലിലേക്ക് വരികയാണെന്ന് വെച്ചോ. അതെ. നമ്മൾ യുപി മാത്രമല്ല എന്ന് വിചാരിക്കാം. നമ്മുടെ രാജ്യത്തുടനീളമുള്ള മദ്രസകളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാവും. ഈ പറയുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കാശ്മീരിലെ ഒരു വലിയ മതപാഠശാല അടച്ചുപൂട്ടിയത്. അതെ. അതിൻ്റെ ഫണ്ട് വരവിൽ വലിയ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷമാണ് അത് അടച്ചുപൂട്ടുന്നത്. ഇതിപ്പോൾ യുപിയിലെ ഒരു മദ്രസ. അത് പോട്ടെ എന്ന് വെക്കാനും നമുക്ക് കഴിയില്ലല്ലോ. നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞ നിലയിലാണെങ്കിൽ എത്ര വലിയ രീതിയിലാണ്. മാത്രമല്ല സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ. ഇത് മാത്രമല്ല, ഇതിൽ പറയുന്ന ഒരു PF അടക്കമുണ്ട് അവർക്ക്. അതുണ്ട്. ഈ ഒരു മദ്രസ അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു മകളുണ്ട്. മകള് അവിടുത്തെ ഒരു സ്ഥാപനത്തിൽ അധ്യാപികയായിട്ട് നിയമനവും നേടി. അപ്പോൾ ഇതിന്റെ മറവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോഴും അവർക്ക് സർക്കാരിന്റെ അതെ. പണം ലഭിക്കുകയാണ്. ഇവർ പണിയെടുക്കാതെ സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഇവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പുറത്തുനിന്ന് പണം വരണ്ട.
നമ്മുടെ രാജ്യത്ത് നിന്ന് ലഭിക്കുന്ന നിയമാനുസൃതമായി ലഭിക്കുന്ന പണമാണ്. അത് നിയമവിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലേ? അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ലോജിക്കലായിട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ നാട്ടിലൊരു സന്യാസിയുണ്ട്. അദ്ദേഹം അവിടെ പുരാണ പഠന ക്ലാസ്, വേദപാഠശാല, മതപഠന ക്ലാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷവും ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിന് ഒരു പൈസയുടെ വരുമാനമില്ല. അദ്ദേഹം ആരെങ്കിലും സന്മനസ്സുള്ള ആൾക്കാർ കൊടുക്കുന്ന പൈസ വെച്ചാണ് ഇത് ചെയ്യുന്നത്. എല്ലാ വർഷവും അദ്ദേഹം പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് വേണ്ടി വിതരണം ചെയ്യാറുണ്ട്. സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും ഓണത്തിന് പലരെയും സഹായിക്കാറുണ്ട്. സന്യാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ, പുരോഹിതനായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്. അങ്ങനെ ചെയ്യുന്ന ആ മനുഷ്യൻ ഈ പറയുന്ന പാവപ്പെട്ടവരെ സഹായിക്കുക ചെയ്യുന്നത്. അദ്ദേഹത്തിന് പെൻഷനില്ല, ആനുകൂല്യങ്ങളില്ല, PF ഇല്ല, ശമ്പളമില്ല, ഒന്നുമില്ല. അതേസമയം ഒരു മദ്രസയിൽ പഠിപ്പിച്ച് അതും ചെയ്യുന്ന ഈ സന്യാസി ചെയ്യുന്നത് പോലെ മതകാര്യമാണ്, സ്വകാര്യമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ആ പ്രവൃത്തി ചെയ്യുന്ന മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് മതകാര്യം പഠിപ്പിക്കുന്ന ഒരാൾക്ക് ശമ്പളം, പെൻഷൻ, PF, മറ്റാനുകൂല്യങ്ങൾ, ഇതൊക്കെ എന്ത് നീതിയാണ്? ഇതെന്ത് ന്യായമാണ്? ഇവിടെ ഒരു പൂജാരിക്ക് പോയി കഴിഞ്ഞാൽ ഒരു പൂജാരി ഒരു ക്ഷേത്രത്തിൽ, ഒരു ചെറിയ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകുന്നു, അയാൾക്ക് എന്തെങ്കിലും കിട്ടുമോ? അവിടെ കിട്ടുന്ന പടച്ചോറും ആരെങ്കിലും 10, 5, 10 രൂപ. ഒരു ക്ഷേത്രത്തിലും ആരും 50, 100 ഒന്നും കൊടുക്കാറില്ല. നമ്മൾ കാണുന്നതല്ലേ തൊഴാൻ പോകുന്നത്. അവിടെ കിടക്കുന്ന നോട്ടുണ്ടെങ്കിൽ അതിൽ 99% നോട്ടുകളും 10ൻ്റെ ആയിരിക്കും. പിന്നെ ചില്ലറ ആയിരിക്കും ഭൂരിപക്ഷം. പിന്നെ ഒരു പറച്ചിലും കൂടെ ഉണ്ട്. അതായത് തിരുമേനിക്കെപ്പോഴും പൂജ ചെയ്ത് കൊടുക്കുമ്പോൾ തുട്ടാണ് കൊടുക്കേണ്ടത്, നാണയമാണ് കൊടുക്കേണ്ടത്. നോട്ടല്ല, നോട്ട് കൊടുക്കാൻ പാടില്ല, നാണയമാണ് കൊടുക്കേണ്ടത്. എന്തിനാ ഉടായിപ്പ്? അയാൾക്കൊന്നും കിട്ടരുത്, കൊടുക്കാനുള്ള മനസ്സില്ല, അതുകൊണ്ടാണ് 10 രൂപ പരമാവധി. ഒരു നടവരവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു ക്ഷേത്രത്തിൽ കിട്ടുന്ന ഒരു ദിവസം കൂടിപ്പോയി 50 രൂപ കിട്ടുമായിരിക്കും. 50, 100 അതിനപ്പുറം ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒരു ചെറിയ ക്ഷേത്രത്തിൽ. പിന്നെയുള്ളത് വലിയ 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 ക്ഷേത്രങ്ങൾ, ക്ഷേത്രങ്ങൾ അവിടെയും ഈ പറയുന്ന 10ഉം 50ഉം ഒക്കെ തന്നെയാണ് കൂടുതലും കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ വലിയ വലിയ ആളുകൾ വരണം. അതെ, സാധാരണക്കാരുടെ കയ്യിൽ പ്രിയം പറഞ്ഞ എങ്കിലും 50 രൂപ, 100 രൂപ. ഏറ്റവും പണക്കാരനായിട്ടുള്ള ഒരാളൊന്ന് കൊടുക്കുന്ന 500 രൂപ ആയിരിക്കും, ഏറ്റവും വലിയ അതിസമ്പന്നൻ വരികയാണെങ്കിൽ. അല്ലാതെ നോട്ട് കെട്ടുകളൊന്നും കൊണ്ട് കൊടുക്കാറില്ല ഒരു ക്ഷേത്രങ്ങളിലും, മഹാക്ഷേത്രങ്ങളിലായാൽ പോലും തന്നെ. അല്ലെങ്കിൽ കൊടുക്കണം, അപൂർവമായിട്ട് അംബാനി വല്ലതും വരുമ്പോഴത്തേക്ക് ഗുരുവായൂർ കൊണ്ടുവന്നിട്ട് ദക്ഷിണയായിട്ട്, എങ്കിലും എത്ര കൊടുക്കും? 10,000-കണക്കിന് രൂപ കൊടുക്കും. അതിൽ പൂജ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ദക്ഷിണയായിട്ട് വല്ലതും കൊടുത്താലേ. അല്ലാതെ 99.99% പൂജാരിമാർക്കും ക്ഷേത്രത്തിലെ തിരുമേനിമാർക്കും ഒന്നും കിട്ടാറില്ല. അവർക്ക് പടച്ചോറ് കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ്. അതും അവിടെ വന്നിട്ട് ആരെങ്കിലും ആഹാരത്തിന് വകയില്ലാതെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതും എടുത്ത് കൊടുത്തു എന്ന് വരും. അവിടെയും അപ്പോഴും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ മദ്രസമാരിൽ ഈ മുക്രി തൊട്ട് മുല്ലാക്ക വരെയുള്ള സകല എണ്ണത്തിനും ശമ്പളം, പെൻഷൻ, അലവൻസ്, PF. ഇനി ഹജ്ജിന് പോകണോ? സർക്കാർ കൊടുക്കും പൈസ. ഇവിടെ ഉണ്ടോ? ഇവിടെ പോകും ശബരിമലയിൽ പോകുമ്പോഴത്തേക്കും, ശബരിമലയിൽ പോകുമ്പോൾ എങ്ങും ഇല്ലാത്ത പൈസ വാങ്ങിക്കും. KSRTCക്ക് 10 രൂപയുടെ ട്രിപ്പിന് 50 രൂപ വാങ്ങിക്കും. ഇവിടെ കൊള്ളയായിരുന്നു, എല്ലാ വർഷവും കൊള്ള തന്നെയാണ്. അപ്പോൾ ഈ കൊള്ളയടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മദ്രസയുടെ പറയിൽ ഒരു കാര്യം പറയണം, അതിന്റെ ഇടയിൽ ഈ ചെറിയ പിഞ്ചു കുട്ടികളെ പീഡനവും പരിപാടികൾ, എന്നിട്ടും പണം കൊടുക്കുന്നുണ്ട് അവിടെ. അതെ, അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് വലിയ അനീതി നടക്കുന്നു. എന്നിട്ടാ ആ അനീതിയിലും കള്ളത്തരും, ആ അനീതിയിലും കൊള്ളയടി. ആ പണം എവിടെ പോകുന്നു? തീവ്രവാദത്തിന് പോകുന്നു. ആ പണം എവിടെ പോകുന്നു? ഈ പറയുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് പോകുന്നു. അപ്പോൾ ഇത് നിശേഷം കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മതം പഠിപ്പിക്കാൻ വരുന്നവർക്ക് സർക്കാർ ചെലവിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പ്രാവർത്തികമാക്കണം. ഇതിപ്പോ ഈ പോകുന്ന പണം മുഴുവനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. എന്തായാലും ഈ യു പിയിലെ കേസിൽ NIA അന്വേഷണം നടത്തേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.